അപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി ഇന്നറിയാം. പൾസർ സുനി ഉൾപ്പെടെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികൾക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കും. ജീവപര്യന്തം നൽകണമെന്ന് പ്രോസിക്യൂഷൻ. ദിലീപ് ഉൾപ്പെടെ 4 പേരെ കുറ്റവിമുക്തരാക്കിയ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ മേൽക്കോടതിയെ സമീപിക്കുകയും ചെയ്യും. ഇന്ന് ഈ വാർത്തയുടെ പ്രധാന വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് വിപിൻ സി വിജയനാണ്. ഒപ്പം വിഷ്ണു സുരേഷും രണ്ടുപേരും കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണുവിലേക്ക് ആദ്യം വിപിനിലേക്കാണ്. വിപിൻ സി വിജയൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ജീവപര്യന്തം കൊടുക്കണം എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ 7.5 വർഷക്കാലം തടവ് ശിക്ഷ അനുഭവിച്ചാണ്, അതുകൊണ്ട് ഇളവ് വേണം എന്ന് പ്രതിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട്. ശിക്ഷാവിധി എപ്പോൾ പ്രതീക്ഷിക്കണം? അതിനേക്കാൾ ഉപരി ഈ പറയുന്ന 8ാം പ്രതിയെ കുറ്റമുക്തനാക്കാൻ കോടതി എന്തുകൊണ്ട് അങ്ങനെ ബോധ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകുന്ന ശിക്ഷാവിധി ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവോ വിപിൻ? ഗുഡ് മോർണിംഗ് അഷ്മി, സ്മിത. നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികളുടെ ശിക്ഷയിലുള്ള വാദമാണ് ഇന്ന് വിചാരണ കോടതിയിൽ നടക്കുക. 11 മണിക്ക് ആദ്യ കേസായി തന്നെ പരിഗണിക്കുകയും ചെയ്യും. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വിജീഷ്, 5ാം പ്രതി എച്ച് സലീം എന്ന വടിവാൾ സലീം, 6 പ്രദീപ്. ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഈ 6 പേരെയാണ് ഇപ്പോൾ ഇവർക്കെതിരെയുള്ള കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. പ്രധാനമായും കൂട്ടബലാത്സംഗം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, അന്യായമായി തടങ്കൽ വയ്ക്കൽ, ഒപ്പം തന്നെ ഇതിൽ ലൈംഗികമായി വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇതിൽ പരമാവധി എത്രത്തോളം ശിക്ഷ കിട്ടും, അത് ഈ പറഞ്ഞതുപോലെ തന്നെ അതിലൊരു ജീവപര്യന്തം വേണമെന്നുള്ളൊരു ആവശ്യം തന്നെ ഇന്ന് പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയും ചെയ്യും. ഒരു പക്ഷേ ഇന്ന് ഈ വാദം കേട്ടതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം വിധി വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത്. ഇപ്പോൾ വിഷ്ണു കൂടിയുണ്ട്. വിഷ്ണു, ഇന്നിപ്പോൾ കോടതിയിൽ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കണം? എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി എടുക്കുക? രാവിലെ 11 മണിയോടുകൂടി വർഗീസിന്റെ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും. അതിൽ ശിക്ഷയിന്മേലുള്ള വാദമാണ്. സ്വാഭാവികമായും 120B അടക്കം 12 വകുപ്പുകളും ഈ പ്രതികൾക്കെതിരെ ചുമത്തിയത് അത് നിലനിൽക്കുമെന്നാണ് കഴിഞ്ഞ 8ാം തീയതി കോടതി വിധി പ്രഖ്യാപിച്ചത്. ആ പശ്ചാത്തലത്തിൽ അതിൽ ഇനി ഏതെല്ലാം വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുള്ളതായിരിക്കും ആ പ്രതിഭാഗത്തിനാണ് ഇവിടെ കൂടുതൽ ചാൻസ് ലഭിക്കുക. പ്രതിഭാഗം ഇന്ന വകുപ്പുകൾ നിലനിൽക്കില്ല, കാരണം ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന്, അതോടൊപ്പം തന്നെ ഇവരുടെ പ്രായമൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇളവുകൾ തേടാനുള്ള സാധ്യതയുണ്ട്. പ്രോസിക്യൂഷൻ ആകട്ടെ ഈ 12 വകുപ്പുകൾ നിലനിൽക്കും. ഈ പ്രതികൾക്ക് പരമാവധി കുറ്റം ചെയ്ത ആളുകളാണ്, ഇവർക്കെതിരെ പരമാവധി ശിക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂട്ടബലാത്സംഗത്തിന്, അതായത് 376D 20 വർഷം വരെയാണ് തടവുള്ളത്. 120B ഗൂഢാലോചന, അത് ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. ഈ 2 വകുപ്പുകളുണ്ട്. അതുകൊണ്ട് 20 വർഷം മുതൽ ജീവപര്യന്തം വരെ എന്നുള്ളതായിരിക്കും ഒരു ശിക്ഷയുടെ ഒരു ഫോർമാറ്റ്. 7.5 വർഷം ഇതിനോടകം തന്നെ പൾസർ ജയിലിൽ കിടന്നിട്ടുണ്ട്. പൾസറിന് എത്ര നാൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഒപ്പം ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഓർഡർ എപ്പോൾ വരുമെന്നുള്ളതാണ്. ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടായിക്കഴിഞ്ഞാൽ പക്ഷേ വൈകിട്ടോടുകൂടി തന്നെ ഈ ഉത്തരവ് പുറത്തു വരും. ഉത്തരവ് പുറത്തു വന്നാലാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് എങ്ങനെ എന്ന് മനസ്സിലാക്കാനാകുക. അതിനുശേഷമായിരിക്കും ഓർഡർ പരിശോധിച്ച് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലേക്ക് പോകാൻ, അവർക്ക് എവിടെയൊക്കെ പിഴവുകൾ സംഭവിച്ചു അതെല്ലാം പഴുതടച്ച് പരിശോധിച്ച ശേഷം ഹൈക്കോടതിയിലേക്ക് പോകാനാകുക. എന്തായാലും വലിയൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഒരു പക്ഷേ രാവിലെ ഒരു 1.5 മണിക്കൂറോളം ഈ ശിക്ഷയിന്മേൽ വാദം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് സാധാരണഗതിയിൽ ശിക്ഷയിന്മേൽ വാദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം വിധി പറയാറുള്ളതാണ് പതിവ്. പക്ഷേ അത് നിർബന്ധമില്ല, വേണമെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ശിക്ഷയിന്മേലുള്ള വാദമാണ് രാവിലെ 11 മണിക്ക് ആരംഭിക്കുക. പ്രോസിക്യൂഷൻ വലിയ കോൺഫിഡൻസിലാണ് പരമാവധി ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ഗൂഢാലോചന അടക്കം തെളിഞ്ഞ സാഹചര്യമുണ്ട്. അതുകൊണ്ട് പരമാവധി ശിക്ഷ 1 മുതൽ 6 വരെ പ്രതികൾ, പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതിനുവേണ്ടിയുള്ള തെളിവുകളൊക്കെ ഹാജരാക്കേണ്ടത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രായത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ഈ പ്രതികൾക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കി കാണാനുള്ളത്. എന്തായാലും 11 മണിക്ക് ഹർജി പരിഗണിക്കും. ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമായിരിക്കും വിപിൻ. അഷ്മി, ഇപ്പോൾ ഈ ദിലീപിനെ കുറ്റമുക്തനാക്കിയതിനു ശേഷം സിനിമാ മേഖലയിൽ അതിൽ നിൽക്കുന്ന ഒരു ഭിന്ന നമ്മൾ കണ്ടതാണ്. നടിക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളത് ഒരു വിഭാഗം പറയുന്നു, ഒപ്പം തന്നെ ദിലീപിന് ഈ കേസിൽ ഒരു നീതി ലഭിച്ചു എന്നുള്ളത് മറുവിഭാഗവും പറയുന്നു. അങ്ങനെ സിനിമയിൽ നിലനിൽക്കുന്ന ഒരു ഭിന്നത അത് രൂക്ഷമായി തന്നെ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നായിക നടിയെ ഈ രീതിയിൽ ഉപദ്രവിച്ചേക്കാം എന്ന് പൾസർ സുനിക്കും കൂട്ടാളികൾക്കും തോന്നിയതാണ് എന്ന് ആരും കരുതുന്നില്ല. അതിൽ ഒരു ആസൂത്രണത്തിന്റെ തലച്ചോറുണ്ടെന്നും അതെല്ലാവർക്കും അറിയാം. അത് പക്ഷേ ആരാണ് ആ ഗൂഢാലോചനക്കാരൻ എന്ന് മേൽക്കോടതി ഉണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിലും മേൽക്കോടതികൾ പറയട്ടെ. പക്ഷേ ഇതിൽ വളരെ എവിഡൻ്റ് ആണ്. ആ നടി നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. ക്രൂരത മാത്രമല്ല, ഈ പറയുന്ന ദൃശ്യങ്ങൾ പകർത്തൽ, മെമ്മറി കാർഡുകളിൽ സൂക്ഷിക്കൽ, രഹസ്യ ഫോൾഡറുകളിൽ സൂക്ഷിക്കൽ, അങ്ങനെ അങ്ങേയറ്റം ഹീനമായ പണി ഈ 6 പേരും ചെയ്തു എന്ന് കോടതിക്ക് സംശയമില്ലല്ലോ. ദിലീപിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിലും. അപ്പോൾ അതിൽ അർഹിക്കുന്ന ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവോ വിപിൻ?
തീർച്ചയായിട്ടും അതിലിപ്പോൾ ഈ കൂട്ടബലാത്സംഗത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ശിക്ഷ ഉള്ള ഒരു വകുപ്പ് എന്ന് പറയുന്നത്. അത് ഏകദേശം 20 വർഷത്തോളം തന്നെ അതിൽ ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഇപ്പോൾ പൾസർ സുനിക്ക് 7.5 വർഷത്തോളം അവർ ശിക്ഷ അനുഭവിച്ചു. ഇനിയിപ്പോൾ കോടതിയിൽ എന്തൊക്കെ വാദം ഇതിൽ പറയും എന്നുള്ള പ്രതിഭാഗം പറയും എന്നുള്ളതാണ്. കാരണം ഇവരുടെ ഈ പ്രായം, അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വാദം തന്നെ നടക്കും. ഈ പറഞ്ഞതുപോലെ ഈ 6 പേർ ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തുന്നു, നടിയെ ആക്രമിക്കുന്നു, അതിനുശേഷം പണം വാങ്ങുന്നതിന് വേണ്ടി ഈ ലൈംഗികമായിട്ടുള്ള ഈ വീഡിയോകൾ പകർത്തുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പൾസർ സുനിക്ക് ഏത് രീതിയിലുള്ള ഒരു വിരോധമാണ് ഈ നടിയോട് ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്നുള്ളത് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മറ്റ് ഈ 4 പേരെയും വെറുതെ വിട്ടതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാണ് പ്രാഥമികമായി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിലേക്കുള്ള ഒരു ലിങ്ക് ലഭിക്കാത്തതുകൊണ്ടാണോ അതോ പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയും ഇല്ല എന്നുള്ളതാണോ കോടതിയുടെ കണ്ടെത്തൽ എന്നുള്ളത് വളരെ നിർണായകമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പൾസർ സുനി ഉൾപ്പെടെയുള്ളവരുടെ വക്കീൽ വിഷ്ണു ഏത് രീതിയിലാണ് ഇത് കോടതിയിൽ അവതരിപ്പിക്കുന്നത്? പ്രതിഭാഗം പറയുന്നത് ഇത് പൾസർ സുനി തന്നെ. നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവരൊരു പ്രധാനപ്പെട്ട ഡിഫൻസായി പൾസർ സുനിയുടെ കാര്യത്തിൽ അവർ പറയുന്നത് പൾസർ സുനി തന്നെയാണ് ഈ മെമ്മറി കാർഡ് കോടതിയിൽ ഹാജരാക്കിയത്. അതായത് പ്രതിക്ക് വേണ്ടി പ്രതി തന്നെ ഒരു തെളിവ് കൊണ്ട് കൊടുത്തു, ആ പ്രതിക്കെതിരെ അന്വേഷണം നടത്തി പോലീസ് എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ക്ലാസിക്കൽ ഡിഫൻസായി അവർ മുന്നോട്ട് വെക്കുന്നത്. അത് എത്രത്തോളം ഇനിയിപ്പോൾ കോടതി അംഗീകരിക്കും എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ശിക്ഷ ഇളവിന്റെ കാര്യത്തിൽ നേരത്തെ കുറ്റമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി അത് പരിഗണിച്ചില്ല. പശ്ചാത്തലത്തിലാണ് 1 മുതൽ 6 വരെ അവർ പ്രതികളാണ് എന്ന് കോടതി കണ്ടെത്തിയത്. പക്ഷേ ഈ ഡിഫൻസ് എങ്ങനെയാണ് ഈ ശിക്ഷ ഇളവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധേയമാകുക എന്നുള്ളതാണ് നമ്മൾ ഇനി വാദം നടക്കുന്ന ഘട്ടത്തിൽ നോക്കിക്കാണുന്നത്. ഒപ്പം ഈ മറ്റ് പ്രതികൾക്ക് കൂട്ടബലാത്സംഗം നിലനിൽക്കില്ല എന്ന് ഉറപ്പായും പ്രതിഭാഗം ബാധിക്കും. കാരണം 2 മുതൽ 5 വരെയുള്ള പ്രതികൾ ആ മൊഴി നമ്മൾ വായിച്ചതാണ്. ആ ഘട്ടത്തിലൊന്നും അവർ അങ്ങനെ ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു മൊഴി അതിലില്ല. മറിച്ച് പൾസർ സുനിയാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ 120B ഗൂഢാലോചന തെളിഞ്ഞ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും മറ്റു വകുപ്പുകളും ഈ പ്രതികൾക്കെതിരെ നിലനിൽക്കും. അതാണ് ഈ കേസിന്റെ ഒരു ഏറെക്കുറെയുള്ള ഒരു ടോട്ടാലിറ്റി. സഹായിച്ച ആളുകൾ, അതോടൊപ്പം തന്നെ 1 മുതൽ 6 വരെ പ്രതികൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഗൂഢാലോചന കുറ്റം അത് തെളിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വകുപ്പുകളെല്ലാം നിലനിൽക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ ഗൂഢാലോചന കുറ്റം ദിലീപിനെതിരെ തെളിഞ്ഞില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബാക്കി കുറ്റങ്ങളിലൊക്കെ കുറ്റമുക്തനായി അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാൻ സാധിച്ചത്. ഇതിൽ നമ്മൾ നോക്കിക്കാണുന്നത് ഇതിൻ്റെ വിധിപ്പകർപ്പ് എപ്പോൾ വരുമെന്നുള്ളതാണ്. വിധിപ്പകർപ്പ് വരുമ്പോഴാണ് എന്ത് ഘട്ടത്തിലാണ്, എന്ത് സാഹചര്യത്തിലാണ് ദിലീപിനെ വെറുതെ വിട്ടത്, എവിടെയാണ് പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചത്. ഇത്രയേറെ തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ കോടതിക്ക് മുമ്പാകെ ആ തെളിവുകളൊന്നും പരിഗണിക്കപ്പെടാതെ പോയത് എന്താണ്, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ വിധിപ്പകർപ്പ് വരും. അത് ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നിമിഷം. ഈ ശിക്ഷാവിധിയേക്കാൾ ഒരുപക്ഷെ ആളുകൾ കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ശിക്ഷാ വിധിപ്പകർപ്പ് ഇന്ന് വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന് തന്നെയാണ് നമ്മളും നോക്കിക്കാണുന്നത്. 11 മണിയോടുകൂടി തന്നെ ഈ കേസ് പരിഗണിക്കും. ഒരുപക്ഷെ 10 മണിയോടുകൂടി തന്നെയാണ് വിയൂർ ജയിലിൽ നിന്ന് പ്രതികളെ എല്ലാവരെയും എത്തിക്കുക. അവരെ കഴിഞ്ഞ ദിവസം ശിക്ഷ വിധിച്ചതിന് പിന്നാലെ ഇവിടെ നിന്ന് വിയൂർക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് 10 മണി വരെ കൂടി തന്നെ പ്രതികൾ വരും. ഇതുവരെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ആ പ്രതികരണം കൂടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്നൊക്കെ ഈ ശിക്ഷാവിധി വന്ന ശേഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു സമാനതകളില്ലാത്ത നിയമ പോരാട്ടമാണ് നടന്നത്. 7.5 വർഷം അത് ഈ കോടതിയിൽ നിന്ന്, ഈ വിചാരണ കോടതിയിൽ നിന്ന് രാഷ്ട്രപതിയുടെ ഓഫീസ് വരെ എത്തിയ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു. അതിന് പൂർണ്ണതയിലേക്ക് എത്തുകയാണ്, ആദ്യഘട്ടത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായി ഈ കേസ് സുപ്രീം കോടതി വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അതിന്റെ തുടക്കം ഇവിടെ നിന്നായിരിക്കും. ഇന്ന് ഈ വിധിപ്പകർപ്പ് വന്ന ശേഷമായിരിക്കും അതിന്റെ ഒരു തുടക്കം ഉണ്ടാകുക. കേരളം ഉറ്റുനോക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ കോടതിയിൽ വലിയ പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. പ്രതിഭാഗമാകട്ടെ ശിക്ഷയിൽ പരമാവധി ഇളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത്. ആഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ പ്രോസിക്യൂഷൻ മാത്രമല്ല, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഈ വിധിപ്പകർപ്പ് വരട്ടെ എന്നുള്ളതാണ് ഈ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. കാരണം ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത് എന്നത് അറിഞ്ഞതിന് ശേഷം ഒരു പ്രതികരണം എന്നുള്ളതാണ്. പ്രോസിക്യൂഷനും സമാനമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്നു. അപ്പോൾ ഇന്ന് വളരെ നിർണായകമാണ്. ഇന്ന് ഈ വിധി വരികയാണെങ്കിൽ, അതിന്റെ വിധിപ്പകർപ്പ് വരികയാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ വളരെ നിർണായകമാണ്. അതിൽ ഈ പ്രതികൾ പല കാലങ്ങളിലായിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള ജയിൽ ശിക്ഷ, അത് ഈ ശിക്ഷയിൽ ഇളവായിട്ട് കൂട്ടുമോ? അതായത് ജീവപര്യന്തമാണെങ്കിൽ അതിൽ ഇത്രയും വർഷം അനുഭവിച്ച ജയിൽ ശിക്ഷ അത് ഏത് രീതിയിലാകും കണക്ക് കൂടുക? അതൊന്ന്. 2, ഇപ്പോൾ നേരത്തെ വിപിൻ പറഞ്ഞ
ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. പല മേഖലകളിൽ നിന്നുള്ള പല പ്രമുഖരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. കാരണം കോടതിയുടെ വിധിയാണ്, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടത് അത് ഏതെല്ലാം വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ്, അത് കൂടുതൽ വായിച്ചിട്ട് കൃത്യമായി അറിഞ്ഞിട്ടേ ഇതിലൊരു പ്രതികരണം ഉണ്ടാകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത്. അതെ സ്മിത, ഇപ്പൊ ഈ പ്രധാനപ്പെട്ട ആളുകൾ അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രോസിക്യൂഷൻ വളരെ കോൺഫിഡന്റ് ആയിരുന്നു അതുവരെയും. കാരണം ഇതിൽ ഒരു ശിക്ഷയുണ്ടാകും, അതിൽ അവർ പറഞ്ഞിട്ടുള്ള എല്ലാ തെളിവുകളും അംഗീകരിക്കപ്പെടുമെന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതല്ല കോടതിയിൽ സംഭവിച്ചത്. ഇതിൽ നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്ത ആളുകൾ മാത്രം കുറ്റക്കാർ എന്നുള്ളതായിരുന്നു കോടതി വിധി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ വീഴ്ചകളെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവും. ഇത് മേൽക്കോടതികളിലേക്ക് എത്തുമ്പോൾ തുടർചലനങ്ങൾ ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ്. ഇപ്പോൾ വിഷ്ണു, ഇത് 1.5 വർഷം പൾസർ സുനി അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ കേസ് കൂടി ഇതുകൂടി ചേർത്തിട്ടായിരിക്കില്ലേ ഇനിയിപ്പോൾ ഒരു ജീവപര്യന്തം വിധിക്കുകയാണെങ്കിൽ ഈ 1.5 വർഷം അതിൽ നിന്ന് കുറഞ്ഞിട്ടായിരിക്കില്ലേ? സ്വാഭാവികമായി അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ശിക്ഷാ കാലയളവ് ഇതുവരെ അവർ അനുഭവിച്ചതിന്റെ ബാക്കി അനുഭവിച്ചാൽ മതി എന്നാണ് പറയുക. ഇതൊരു ജീവപര്യന്തമാണ്. ജീവപര്യന്തം എന്നാൽ ടിൽ ഡെത്ത് എന്നുള്ളതാണ് ജീവപര്യന്തം. പക്ഷേ അതൊരു 12-14 വർഷത്തിന് ശേഷം പിന്നീട് ഇളവ് ചെയ്ത് നൽകാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 8 വർഷമാണ് കണക്ക് കൂട്ടേണ്ടത് പൾസറിനെ അനുഭവിക്കേണ്ടത്. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത്, ഇവിടെ കൂട്ടബലാത്സംഗം തെളിഞ്ഞിട്ടുണ്ട്. അതിന് 20 വർഷം അതിന് 20 വർഷം കഠിന തടവുണ്ട്. അപ്പോൾ അതിലെങ്ങനെയായിരിക്കും ശിക്ഷാവിധി വരിക? ഇനിയിപ്പോൾ ജീവപര്യന്തമാണോ അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തത്തിന് വരെ സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലേക്കൊക്കെ പോകുമോ? അതോടൊപ്പം മറ്റ് വകുപ്പുകളുണ്ട്. ഇപ്പോൾ കിഡ്നാപ്പിംഗ് ഉണ്ട്, അതിന് 10 വർഷം തടവുണ്ട്. IT ആക്ട് ഉണ്ട്, അതിന് 5 വർഷം തടവുണ്ട്. 7 വർഷം വരെ ചുമത്തുന്ന ശിക്ഷകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേയേറെ ശിക്ഷകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒറ്റ ശിക്ഷയായി അനുഭവിക്കേണ്ടി വരും. അതൊരു ഇരട്ട ജീവപര്യന്തത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഒരു ജീവപര്യന്തമായി പോകുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. പ്രോസിക്യൂഷൻ വളരെ ശക്തമായി ആവശ്യപ്പെടുന്നത് ജീവപര്യന്തം വേണമെന്നാണ്. കാരണം സമാനതകളില്ലാത്ത ഒരു ക്രൂരകൃത്യമാണ്. ഇവർ തന്നെ ഇവർ ഓപ്പറേറ്റ് ചെയ്തു എന്ന് ഇപ്പോഴും പ്രോസിക്യൂഷൻ പറയില്ലെങ്കിലും കോടതി പറയുന്നത് ഇതിന്റെ കോൺസ്പിറസി എല്ലാം നടത്തിയത് ഇവർ മാത്രമാണ്. അതുകൊണ്ട് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ ഗൂഢാലോചന അത് വ്യക്തമായിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുക. ഒപ്പം തന്നെ ഈ പ്രോസിക്യൂഷൻ എവിടെ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം കൂടി ഇന്ന് പരിശോധിക്കപ്പെടാൻ പോകുകയാണ്. അത് വിധിപ്പകർപ്പ് വന്ന ശേഷമായിരിക്കും അത്തരത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് പോകുക. ഇതിനോടകം തന്നെ കോടതിക്കെതിരെയൊക്കെ വലിയ വിമർശനങ്ങൾ പൊതുസമൂഹ മാധ്യമത്തിലൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ കോടതിക്ക് മുമ്പാകെ അവരെ സംബന്ധിച്ച് അവർക്ക് മുമ്പാകെ വരുന്ന തെളിവുകളാണ് മാറ്റേഴ്സ്. അതിനപ്പുറത്തേക്ക് അതിനു മുമ്പോ അതിനുശേഷമുള്ള സാമൂഹിക വസ്തുതകളോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ക്യാമ്പയിനുകളോ പൊതുബോധമോ ഒന്നും കോടതിയെ പ്രതിഫലിക്കില്ല. കോടതിയിൽ പ്രതിഫലിക്കുക തെളിവുകൾ മാത്രമാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംശയത്തിന്റെ പോലും ഇഴയില്ലാതെ പ്രോസിക്യൂഷന് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ തവണ ദിലീപിനെ കുറ്റമുക്ത ആ വാക്കാണ് ഉപയോഗിച്ചത്. പ്രോസിക്യൂഷൻ ഈ A8 എന്ന് പറയുന്ന ഗോപാലകൃഷ്ണൻ എലിയസ് ദിലീപ് കുറ്റം ചെയ്തതായി ഗൂഢാലോചന നടത്തിയായി തെളിയിക്കാൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വാക്കാണ് കോടതി ഉന്നയിച്ചത്. അങ്ങനെയാണ് ദിലീപ് പുറത്തേക്ക് പോകുന്നത്. അതിലെവിടെയാണ് പ്രോസിക്യൂഷൻ വീഴ്ച സംഭവിച്ചതെന്നൊക്കെ ഇന്നറിയാം. ഒപ്പം ഈ പ്രതികൾക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്നും അറിയാം. എന്തായാലും ഈ ദിവസങ്ങളിലേക്ക് നിയമപ്രമാണമാണ് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന കൂട്ടബലാത്സംഗത്തിന്റെ ശിക്ഷാ വകുപ്പ് 120B അടക്കം പ്രധാനപ്പെട്ട 10 വകുപ്പുകൾ ഈ 6 പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ കോടതി അതിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് ജീവപര്യന്തം ശിക്ഷ കൊടുക്കണമെന്നുള്ളതാണ്. ഇളവ് വേണമെന്ന് പ്രതികളും ആവശ്യപ്പെടുന്നുണ്ട്. അതിലൊക്കെ ഉപരി ഈ പറയുന്ന 8ാം പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിച്ച തെളിവുകൾ എന്തുകൊണ്ട് കോടതി കണ്ടില്ല, എന്തുകൊണ്ട് കോടതിക്ക് അത് ബോധ്യപ്പെട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പായും ശിക്ഷാവിധിയിൽ ഉറപ്പായും അത് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് അപ്പീലടക്കമുള്ള കാര്യങ്ങൾ പോകാനും. അത് വളരെ പ്രധാനമായിട്ട് കേരളം ഉറ്റുനോക്കുകയാണ്. കേരളം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ മറ്റ് ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ ചർച്ചയാക്കിയ വിവാദമായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാവുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.